ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടതെന്ന് അറിയാൻ പാടില്ല. ഈ അർദ്ധരാത്രി 12:30 1 മണി സമയത്ത് തിരക്കാനായിട്ടൊരു സ്ഥലമില്ല. സങ്കടം വരുന്നുണ്ട്. അറിയില്ല എന്താ ചെയ്യട്ടെ. അടുത്ത പോലീസുകാർ വഴി വീട് കുത്തി തുറക്കേണ്ടി വരും. എന്ന വഴി കംപ്ലീറ്റ് തിരക്കി, ഒരു സ്ഥലത്തും ഇല്ല. ഉറക്കം വന്നിട്ട് രക്ഷയില്ല. എങ്ങനെ കിടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇനി പുറത്തെങ്ങനെ കിടക്കേണ്ടി വരുമോ കർത്താവേ. ലാസ്റ്റ് ബസ് കയറിയത് സിഗ്നലിൻ്റെ അവിടെയാണ്. ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ കീ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ഇച്ചാൻ്റെ കയ്യിലാണ് കീ കൊടുത്തായിരുന്നത്. പക്ഷെ അത് എങ്ങനെ നഷ്ടപ്പെട്ടു, എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടതെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ നടന്ന് മടുത്തു. എല്ലാ സ്ഥലവും തിരക്കി. ഇനി ഈ അർദ്ധരാത്രി 12:30 1 മണി സമയത്ത് തിരക്കാനായിട്ടൊരു സ്ഥലമില്ല. എല്ലായിടത്തും തിരക്കി, രക്ഷയില്ല. നമുക്ക് കീയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റൂല. സങ്കടം വരുന്നുണ്ട്. അറിയില്ല എന്താ ചെയ്യട്ടെ. പിന്നെ ഒരു അർദ്ധരാത്രി എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലായിടത്തും തിരക്കി. ഇവിടെ ഒരു പുതിയ ഫേരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ പോയതാണ്. പക്ഷെ പോയിട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ചു വന്നു. വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഒന്നും മനസ്സിലാവണില്ല. ഇനിയിപ്പം അടുത്ത പോലീസുകാർ വഴി വീട് കുത്തി തുറക്കേണ്ടി വരും. ഞാനാണെങ്കിൽ തപ്പി നടക്കുക. നമ്മുടെ കീ കാണാനില്ല. അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. കീ കാണാതായത് ഓർമ്മയില്ല. ഞാൻ ഇച്ചാൻ്റെ കയ്യിലാണ് കൊടുത്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചാൻ്റെ കയ്യിലായിരുന്നു കീ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ വന്ന വഴി കംപ്ലീറ്റ് തിരക്കി, ഒരു സ്ഥലത്തും ഇല്ല കീ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു രക്ഷയില്ല. ഇത്രയും നമ്മൾ നടന്നതാണ്. നമ്മുടെ കീ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ പേടിക്കാനില്ല, ആളുകളൊക്കെ ഉണ്ട്. ഈ ഇത്ര രാത്രി സമയത്തും ആളുകളുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 2 കീ ഉണ്ട്. ഒന്ന് എൻ്റെ, ഒന്ന് ഇച്ചാൻ്റെ. എൻ്റെ കീ ആണ് ഇച്ചാനിൽ ഞാൻ ഏൽപ്പിച്ചായിരുന്നു. പക്ഷെ അത് കാണാണ്ടായി. മൈ ഗോഡ്, ഉറക്കം വന്നിട്ട് രക്ഷയില്ല. എങ്ങനെ കിടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇനി പുറത്തെങ്ങനെ കിടക്കേണ്ടി വരുമോ കർത്താവേ. ടോട്ടലി സ്റ്റക്ക്. മൈ ഗോഡ്. നമ്മൾ ലാസ്റ്റ് ബസ് കയറിയത് സിഗ്നലിൻ്റെ അവിടെയാണ്. എവിടെയാണ് നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉള്ള സ്ഥലം? എവിടെയും നമ്മൾ നോക്കി, ഇവിടെ ഇല്ല. ഞങ്ങൾ വന്ന വഴി 2 പ്രാവശ്യം നടന്നു. എന്നിട്ട് നമ്മുടെ താക്കോല് മിസ്സായി. സ്പെയിനിൽ ചില സമയങ്ങളിൽ ഫേരി നടക്കാറുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയതാണ്. താക്കോൽ ഇച്ചാൻ്റെ പോക്കറ്റിൽ തന്നെയാണ് ഇട്ടത്. പക്ഷെ എങ്ങനെ മിസ്സായി എന്നുള്ളത് ഒരു ഓർമ്മയില്ല. ടോട്ടലി 2 പേരും ഡിസപ്പോയിൻറ്റഡ് ആണ്. രാത്രി 12 മണി കഴിഞ്ഞു. ഈ 12 മണി കഴിഞ്ഞ സമയത്ത് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ 2 പേരും നടക്കുന്നത്. ഇനി നോക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. ഇവിടെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു പറ്റിയതാ. പേന അറിയാണ്ട് ബെഞ്ചുമ്മ വെച്ചു. പിന്നെ തിരിച്ചെടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പേന കാണാനില്ല. ചെറിയ സംഭവമാണെങ്കിലും ഇവിടെ മറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടണ കാര്യത്തിൽ ഗോവിന്ദയാണ്. ഞങ്ങളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ടോട്ടലി 2 പേരും ടയേർഡായി. ഇനി താക്കോല് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുമില്ല, ഇച്ചായനും ഇല്ല. തിരിച്ച് വീണ്ടും വന്ന് താക്കോല് നോക്കുന്നൊന്നുമില്ല. എന്തായാലും പോയി, ഇനി വീട്ടിലേക്ക് നടക്കാം. താക്കോലില്ലാണ്ട് തുറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ജനൽ വഴി മുകളിലോട്ട് ഇച്ചായൻ കയറാണ്. നമ്മുടെ ഒരാളുടെ താക്കോല് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ജനൽ വഴി ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് കതക് പൊളിക്കാൻ മാത്രമാണ് നിവർത്തിയുള്ളൂ. നമ്മളിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന വീടാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത് നിൽക്കുന്ന അയൽവാസികളൊക്കെ പുതിയതാ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ അറിയാനും ചാൻസ് ഇല്ല.
ആരെങ്കിലും ഒരാൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പോലീസ് വരും. ഇത്രയും റിസ്ക് പിടിച്ചൊരു ഏർപ്പാടാണ്. ഇവിടെ സ്പെയിനില് ഒരു വീടിന്റെ ഫ്രണ്ടില് 5 മിനിറ്റ് കൂടുതൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പോലീസ് വന്ന് എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പൊ താക്കോല് നഷ്ടപ്പെട്ടു എന്ന് പോലീസിനോട് പറയണേക്കാളും മുമ്പായിട്ട് നമ്മളെ പിടിച്ച് ജയിലിലിടും. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. പോലീസ് വരുമോ, ആരെങ്കിലും നോക്കോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് എനിക്കുള്ളത്. എങ്ങനെയെങ്കിലും ആ ഒരു വാതിൽ തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ചില്ലിന്റെ വാതിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇച്ചായന്റെ പരമാവധി ഇച്ചായ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തുറന്നു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. തുറക്കാൻ പറ്റണ്ടോ? വാവ്, യെസ്. സക്സസ് കാണിക്കേ. ഇനി വേഗം നോക്ക്. മതി പോ. അവസാനം ഞങ്ങളുടെ വീട് തുറന്നു. സ്വന്തം വീട്ടിലെ കള്ളനെ പോലെ കയറിപ്പോണ്ട അവസ്ഥയെ. ഇച്ചായൻ ചവിട്ടി കയറിയതുകൊണ്ട് മുളക്കമ്പുകളൊക്കെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം നാളെ പണിയാണ്. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ആരും പുറത്തില്ല. രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ ഇതാണ് പ്രശ്നം. ഓവർ തിങ്ക് ചെയ്താൽ എല്ലാത്തിനും പ്രശ്നമാണ്. അടുക്കളയിലെ ലൈറ്റ് ആള് വന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കയറാം. ഒരു താക്കോല് വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ശരിക്കും 2 താക്കോല് എടുക്കാന്ന് പറഞ്ഞതാണ് ഇച്ചായൻ. ഞാനാണ് പറഞ്ഞത് 1 താക്കോല് എടുത്താൽ മതി, ഒരാളുടെ താക്കോല് എടുത്താൽ മതി എന്ന്. അതെന്തായാലും ലാഭം. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ വീട് തുറന്നു. നാളെ താക്കോൽ അടിപ്പിക്കണം.